പ്രിയ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന റമദാൻ ദിന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് റമദാനിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മോട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത് മാങ്ങാട് മഹല്ല് ഖത്തീബ് ബഹുമാനപ്പെട്ട ജുനൈദ് അൽ അസരി കൊളക്കേരി അവർകളാണ്. ഉസ്താദിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉസ്താദ് ഒരു മലയാളിയല്ല. നമ്മുടെ അടുത്ത പ്രദേശമായ കൂർഗിലാണ് ഉസ്താദ് ജനിച്ചത്. ഉസ്താദിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബിരുദം നേടിയെടുത്തത് ഈജിപ്തിലെ അൽ ഹസരി കോളേജിൽ നിന്നാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ഈ വിഷയം സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله. بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين وعلى عباد الله الصالحين أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസം, ആ റമദാൻ മാസം വിശ്വാസികളെല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നവരാണ്. നോമ്പ് എന്ന് പറയുമ്പോൾ പലർക്കും അവരുടെ മനസ്സിൽ ചോദ്യം വരും, എന്തിനു വേണ്ടിയാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്? ആ ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ ഒരു ഉത്തരമാണ് ഞാൻ ആദ്യം ഓതിയ ആയത്തിലുള്ളത്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഓ വിശ്വാസികളെ, മുൻഗാമികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കി. ലഅല്ലക്കും തത്തഖൂൻ. അവിടെ അല്ലാഹു അവസാനമായി പറഞ്ഞ ഒരു വാക്ക് വളരെയധികം ചിന്തിപ്പിക്കുന്നതാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി. മുത്തഖീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വേണ്ട രീതിയിൽ സൂക്ഷിച്ച്, വേണ്ട രീതിയിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട്, ഭയഭക്തിയോടുകൂടെ അള്ളാഹുവിൻ്റെ അദാബുകളെ ഭയന്നുകൊണ്ട്, അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനാവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് എന്നുള്ളത് നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. നോമ്പിലൂടെ നമുക്ക് മാനസികമായും ശാരീരികമായും രണ്ട് രീതിയിലുള്ളതായ ഉപകാരങ്ങളും ലഭിക്കുന്നുണ്ട്. മാനസികമായി നമ്മുടെ മനസ്സിലുള്ളതായ എല്ലാ വിചാരങ്ങളെയും തടഞ്ഞു വെക്കുന്നതാണ് നോമ്പ് എന്നുള്ളത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്സൗമു ജുന്ന യുസ്തജന്നു ബിഹൽ അബ്ദു മിനന്നാർ. നോമ്പ് എന്നുള്ളത് ഒരു പരിചയമാണ്. പരിചയം എന്ന് പറഞ്ഞാൽ എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും, മനുഷ്യനെ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു വെക്കുന്നതായ, അവനെ മാറ്റി നിർത്തുന്നതായ ഒരു കാര്യമാണ് നോമ്പ് എന്നുള്ളത്. കാരണം ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവൻ കളവ് പറയാറില്ല. അതുപോലെ തന്നെ മറ്റു സാധാരണഗതിയിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നത് പോലെ, സാധാരണ ദിവസങ്ങളിൽ ചെയ്യാറുള്ള തെറ്റുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നമ്മൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, റമദാൻ മാസം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറില്ല. കാരണം അത് നോമ്പിൻ്റെ മഹത്വം നമ്മളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ സുംത ഫല്യസും സംഉക. ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, നീ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, ഫല്യസും സംഉക, നിൻ്റെ കാത് നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. ഓ ബസറുക്ക, നിൻ്റെ കണ്ണും നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ.
വലിസാനുക നിൻ്റെ നാവും നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ, അനിൽ കദിബി വൽ മആസിമി എല്ലാവിധ കുറ്റങ്ങളിൽ നിന്നും എല്ലാവിധ കളവുകളിൽ നിന്നും. അപ്പോൾ നമ്മൾ വെറും ഭക്ഷണപാനീയങ്ങൾ മാത്രം ഒഴിവാക്കിയത് കൊണ്ട് നമുക്ക് യഥാർത്ഥ നോമ്പുകാരനാണെന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് ഒരാൾ നോമ്പുകാരനാവണമെങ്കിൽ അവൻ്റെ കണ്ണുകൊണ്ട് ഹറാമ് കാണാതിരിക്കണം, കാതുകൊണ്ട് ഹറാമ് കേൾക്കാതിരിക്കണം, അവൻ്റെ കൈകാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കാനോ പിടിക്കാനോ ഇല്ലാതിരിക്കണം. അതുപോലെ തന്നെ അവൻ്റെ നാവ് കൊണ്ട് ഗീബത്തോ നമീമത്തോ മറ്റു ഒരു നിലക്കും അള്ളാഹു പൊരുത്തപ്പെടാത്തതായ കാര്യം ചെയ്യാതിരിക്കണം. എങ്കിൽ മാത്രമേ അവൻ്റെ നോമ്പ് യഥാർത്ഥ നോമ്പായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഹബീബായ മുത്ത് തങ്ങൾ പറഞ്ഞതുപോലെ എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പ് കൊണ്ട് അവർ ദാഹവും വിശപ്പുമല്ലാതെ മറ്റൊന്നും നേടിയിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പനുഷ്ഠിച്ചു. നോമ്പുകാരാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നോമ്പുകാരാണ്, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല എന്നവർ പറയും. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടതായ പ്രതിഫലം ഒന്നും ലഭിക്കാതെ കണ്ട് അവർ വെറും വിശപ്പും ദാഹവും മാത്രം സഹിച്ചവരായി മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അത്തരത്തിലുള്ള നോമ്പുകാരായി നമ്മൾ മാറിപ്പോകരുത്. അതേ പ്രകാരം നോമ്പ് മാനസികമായി മനുഷ്യന് നൽകുന്ന അതേ ഗുണം തന്നെ ശാരീരികമായും അവൻ്റെ ശരീരത്തിലുള്ളതായ വിഷാംശങ്ങൾ അകറ്റാൻ വേണ്ടിയും അവൻ്റെ ശരീരത്തെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് അവൻ്റെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള രോഗങ്ങൾക്കും ശമനമായി ഡോക്ടർമാരും മറ്റു ശാസ്ത്രജ്ഞന്മാരും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നോമ്പെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ധാരാളം അമുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരന്മാർ അവർ റമദാൻ മാസം 30 ദിവസവും നോമ്പനുഷ്ഠിക്കുന്നവർ നമ്മുടെ പരിചയത്തിൽ തന്നെ പലരുമുണ്ട്. അതുപോലെ തന്നെ റമദാനിനെ വേണ്ട രീതിയിൽ ആദരിക്കുന്നവരും റമദാനിൽ നമുക്ക് വേണ്ടതായ നോമ്പ് തുറകളും മറ്റൊക്കെ സഹായിക്കുന്ന മുസ്ലിമീങ്ങളുമുണ്ട്. അതൊക്കെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ അടയാളമാണ് നമ്മുടെ നാടുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമ്മൾ ഇനി വരുന്നതായ നോമ്പുകളിൽ നോമ്പിൻ്റെ യഥാർത്ഥ ഗുണം നമ്മുടെ ശരീരത്തിന് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ മുതൽ നമ്മൾ നോമ്പുകാരായിരിക്കും, മഗ്‌രിബ് വരെ നോമ്പുകാരായിരിക്കും. പക്ഷേ മഗ്‌രിബിന് ശേഷം നമ്മുടെ ഭക്ഷണങ്ങൾ അത് വേണ്ട രീതിയിൽ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ നോമ്പ് കൊണ്ട് ശരീരത്തിനും യാതൊരു ഗുണവും നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ശരീരത്തിന് ഉപകാരപ്പെടുന്നതായ ഭക്ഷണങ്ങളായിരിക്കണം നോമ്പുകാലത്തും അല്ലാത്ത സമയത്തും നമ്മൾ കഴിക്കേണ്ടത്. ഏതായാലും അള്ളാഹു നമ്മുടെ ഇതുവരെ നോറ്റതായ നോമ്പും അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് ഇനി വരാനിരിക്കുന്നതായ ദിവസങ്ങളിൽ വളരെ കൃത്യമായി നോമ്പും നിസ്കാരവും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.